ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയില്ലാത്തതും വളരെ സിമ്പിളായിട്ടുള്ളതുമായ തക്കാളി കറി റെസിപ്പിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് തുവരപ്പരിപ്പാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് പരിപ്പ് വേകുവാനുള്ള വെള്ളം 4 ഗ്ലാസ് ഒഴിച്ച് കുക്കർ അടച്ച് 3 വിസിൽ വരുന്നത് വരെ വെക്കുക. ഇനി കറിക്ക് ആവശ്യമുള്ളത് മീഡിയം സൈസ് 4 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില. ഇനി ഒരു പാത്രത്തിലേക്ക് മുറിച്ച് വെച്ച തക്കാളി, പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, വേകുവാനുള്ള വെള്ളം 2 ഗ്ലാസ് ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് വേകുന്നത് വരെ വെക്കാം. 4 വിസിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കിയെടുക്കാം. പരിപ്പ് ഇവിടെ ഉടഞ്ഞതുപോലെ ആയിട്ടുണ്ട്. തക്കാളി ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. പരിപ്പും തക്കാളിയും ഉടയുന്നത് വരെ ഇളക്കിയ ശേഷം തിളയ്ക്കുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, മല്ലിച്ചപ്പ്, കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം തിളയ്ക്കുമ്പോൾ എടുക്കാവുന്നതാണ്. തക്കാളി കറി ഇവിടെ ആയിട്ടുണ്ട്. ഇനി കാച്ചിയത് വയ്ക്കാം. ചൂടായി വരുന്ന എണ്ണയിലേക്ക് കടുക് പൊട്ടിയ ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.